ശ്രീ ടി ജി മോഹൻദാസ്, കേരളം എന്ന് പറയുന്നത് സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ശാഖകളുള്ള ഒരു സംസ്ഥാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഒരു ഭാഗത്ത് സംഘടനയ്ക്ക് വലിയ സ്വാധീനം ഉള്ളപ്പോൾ തന്നെ അതിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ധാരാളം ഉയരുന്ന ഒരു സംസ്ഥാനം. പ്രത്യേകിച്ച് ഇവിടെ വർഷങ്ങളായി തന്നെ അധികാരത്തിലിരിക്കുന്ന രണ്ട് പ്രബലമായ മുന്നണികൾ, അവർ സംഘത്തിന് നേരെ ഉയർത്തുന്ന വിമർശന വിഷയങ്ങൾ പ്രത്യേകിച്ച് ഗാന്ധിവധം പോലെയുള്ള വിഷയങ്ങളാണ്. 1948 സംഭവിച്ച ഒരു വിഷയം ഇപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്നു. 75 നിരോധനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർത്തുന്നു. 92 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുന്നു. അപ്പോൾ തുടർച്ചയായി സംഘമെന്ന് പറയുന്നത് ഇതൊരു അപകടകരമായ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന പ്രചരണം ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണല്ലോ കേരളം. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെ ഈ 100 വർഷത്തിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങളെ അങ്ങ് നോക്കിക്കാണുന്നത്? അത് ഈ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചും വോട്ട് നഷ്ടപ്പെടുമെന്ന് ഭയന്നും ഒക്കെ നടത്തുന്ന ഒരു മരണപരാക്രമമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവസാന തുരുത്താണ് കേരളം. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പം തന്നെ കൂട്ടുകക്ഷി ഭരണത്തിലാണ്, ഒറ്റയ്ക്കൊന്നുമല്ല. അപ്പോൾ അതും കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ ഈ സമയമൊന്ന് ഉപയോഗിക്കുകയാണ്. ഗാന്ധി വധത്തിൻ്റെ പേരിലല്ല RSSനെ നിരോധിച്ചത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആരും വായിച്ചു നോക്കാഞ്ഞിട്ടാണ്. നോട്ടിഫിക്കേഷനിൽ സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ, ഡൽഹിയിലാണ് ആദ്യം നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. അന്ന് സംസ്ഥാനങ്ങളായിട്ടില്ല. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങൾക്ക്. അപ്പോൾ ഡൽഹിയിലൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവിതാംകൂറിന് അത് ബാധകമല്ല. ആ നോട്ടിഫിക്കേഷൻ തിരുവിതാംകൂർ റീനോട്ടിഫൈ ചെയ്താലേ ഇവിടെ ബാധകമാകുള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിയ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് RSS രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു, സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഉളവാക്കുന്നു, അതുകൊണ്ട് RSSനെ നിരോധിക്കുന്നു. വളരെ ചെറിയൊരു നോട്ടിഫിക്കേഷനാണ്. ഗാന്ധിവധത്തിൻ്റെ ഒരു പരാമർശവും അതിലില്ല. ഗാന്ധിവധമൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്. ഗാന്ധിവധത്തിൻ്റെ പേരിലാണ് RSSനെ നിരോധിച്ചതെങ്കിൽ ഗുരുജി ഗാന്ധിവധ കേസിൽ പ്രതിയാവണ്ടേ? മാസ്റ്റർ കോൺസ്പിറേറ്റർ ആവണമല്ലോ ഗുരുജി ഗോൾവൽക്കർ. ആയില്ലല്ലോ. ഗുരുജിയെ ഗാന്ധിവധ കേസിൽ വിചാരണ ചെയ്യുകയോ ഗുരുജിയെയോ അല്ലെങ്കിൽ അന്ന് സർക്കാർ വാഹകമായിരുന്ന ഐ തിങ്ക് ഭയ്യാജി ദാണി, ഇല്ല അതിന് മുമ്പ് മേ ബി ഏകനാഥ് റാൻഡെ, ഇവരാരും തന്നെ ഈ ഗാന്ധിവധ കേസിൽ പ്രതികളായില്ല. RSS നിരോധിച്ചതിനെ തുടർന്ന് അവർ ജയിലിലായി എന്നുള്ളത് സത്യം. ഗാന്ധിവധ കേസിലല്ല ജയിലിലായത്. ഗാന്ധിവധ കേസിൽ അവരെ വിചാരണ ചെയ്തിട്ടുമില്ല. ഈ പ്രാഥമികമായ കാര്യം ഈ റെക്കോർഡ്സൊക്കെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. സംഘത്തിൻ്റെ തന്നെ ദില്ലി നമ്മുടെ ഝണ്ടേവാലൻ കാര്യാലയത്തിലായിരുന്നു. ഇപ്പോൾ അത് പുതിയ കാര്യാലയത്തിലേക്ക് മാറ്റിക്കാണും. അവിടുത്തെ ചെറിയൊരു ആർക്കൈവ്സ് ഉണ്ട്. അതിൽ ഈ രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വെച്ച് അലക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സംഘത്തിന് ഈ വോട്ട് അത്ര വലിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ഗുരുജി സാഹിത്യ സർവസ്വം 12 വോളിയം ഉണ്ടല്ലോ. ആ 12 വോളിയത്തിലും നിങ്ങൾക്ക് ഗാന്ധിവധത്തെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടുകയില്ല. എന്നാൽ സംഘനിരോധനത്തെ സംബന്ധിച്ച് ഗുരുജി സർദാർ പട്ടേലിൻ്റെ മറ്റേ അയ്യങ്കാരൻ്റെ സെക്രട്ടറി, നെഹ്റുവിൻ്റെ സെക്രട്ടറി, ഇവരൊക്കെ ആയിട്ട് നടത്തിയ എഴുത്തുകുത്തുകൾ എല്ലാം അതൊക്കെ വീട്ടുതടങ്കലിൽ ഇരിക്കുമ്പോഴാണ് ഈ നിരോധനം നീക്കണമെന്നും നീക്കില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകുത്തുകളൊക്കെ ഉണ്ട്. അതിലൊന്നും തന്നെ ഗാന്ധിവധം പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് ഗുരുജി സാഹിത്യ സർവസ്വത്തിൽ ഈ കത്തുകളൊക്കെ ഗുരുജി സാഹിത്യ സർവസ്വത്തിലുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുക. ഓരോറ്റ എണ്ണത്തിൽ ഗാന്ധിവധത്തെപ്പറ്റി പരാമർശമില്ല. നിങ്ങൾ സർക്കാരിനെതിരെ കുഴപ്പം കാണിക്കുന്നു, നിങ്ങൾ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു, ഗുരുജി പറയുന്നു. എന്ത് രഹസ്യം?
ഞങ്ങൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യാലയങ്ങളെങ്കിലും ഉണ്ട്, അന്ന് അതൊന്നുമില്ല. എല്ലാം പരസ്യമായിട്ട് മൈതാനത്താണ്. ഇത് മഴ വന്നു കഴിഞ്ഞാൽ പന്തലിടണം എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല, കെട്ടിടമൊന്നും കയ്യിലില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഘടന എന്ത് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു? അല്ല, നിങ്ങൾക്ക് ഭരണഘടനയില്ല. അപ്പോൾ അങ്ങനെ നെഹ്റുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. ഗുരുജി കൗണ്ടർ ആർഗ്യുമെൻ്റ് ചോദിച്ചത്, സംഘം ഒരു കുടുംബമാണ്, കുടുംബത്തിന് എന്ത് ഭരണഘടന? ഏത് ഭരണഘടന വെച്ചാൽ നമ്മുടെയൊക്കെ കുടുംബം നടക്കുന്നത്? വളരെ ഓർഡർലി ആയിട്ട് നടന്നു പോകുന്നു, വളരെ ഓർഡർലി ആയിട്ട് നമ്മൾ ബഹളം വയ്ക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാക്കും, അമ്മ മകനെ ഓടിച്ചിട്ട് തല്ലുന്നു. എന്ത് ഭരണഘടനയും പീനൽ കോഡും ഉണ്ടായിട്ടാണ്? ബട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ. ഇതെല്ലാം ഒരു ഭരണഘടനയും ഇല്ലാതെ നടക്കുന്നതാണ്. അതുപോലൊരു കുടുംബമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിൽ തർക്കങ്ങളുണ്ടാകുന്നില്ല, ഉണ്ട്, അതിഗംഭീരമായ തർക്കങ്ങളാണ്. നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഇരുന്ന് തർക്കിക്കുന്ന തരം തർക്കങ്ങളുമുണ്ട്, അങ്ങനെ തർക്കിക്കുന്ന സ്വഭാവമുള്ളവരുമുണ്ട്. ഇതൊക്കെ സംഘം മാനേജ് ചെയ്യുന്നുണ്ട് ഒരു ഭരണഘടനയില്ലാതെ. അല്ല, അത് പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, അല്ല ഒരു ഭരണഘടന ഉണ്ടാക്കി, ഇനി അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഭരണഘടന ഉണ്ടാക്കി ഗൗതം. അങ്ങനെ ഒരു ഭരണഘടനയുണ്ട്. മഹൽ കാര്യാലയത്തിലുണ്ടായിരുന്നു, 5 രൂപയായിരുന്നു അന്ന് അതിന് വില. ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആരും ഇത് ഭരണഘടനയൊന്നും തുറന്നു നോക്കാറില്ല. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ദേവറസ്ജി സർസംഘചാലകായപ്പോൾ ബീഹാറിലാണ്, പറ്റ്നയിലെ ഒരു ബൈഠക്ക്. അതിലൊരു സ്വയം സേവകൻ എണീറ്റ് ചോദിച്ചു, സംഘത്തിന് ഭരണഘടനയുണ്ടോ? അപ്പോൾ ഹരിയേട്ടൻ ആ ബൈഠക്കിലുണ്ട്. ഹരിയേട്ടൻ അന്ന് അഖിൽ ഭാരതീയ ബൗദ്ധിക് പ്രമുഖാണ്. ദേവറസ്ജി ഹരിയേട്ടനോട് ചോദിച്ചു, ഹരിജി ഭരണഘടന ഉണ്ടോ നമുക്ക്? ഹരിയേട്ടൻ പറഞ്ഞു, ഉണ്ടല്ലോ. എവിടെയുണ്ട്? മഹൽ കാര്യാലയത്തിലുണ്ട്. അപ്പോൾ സ്വയം സേവകനോട് ഉത്തരം കൊടുത്തു, മഹൽ കാര്യാലയത്തിലുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളൂ, അല്ലെങ്കിൽ വാങ്ങിച്ചോളൂ, ഞാനത് ഇന്ന് വരെ തുറന്നു നോക്കിയിട്ടില്ല എന്ന് ദേവറസ്ജി പറഞ്ഞു. ഇയാൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവറസ്ജി പറഞ്ഞു, ഇരിക്കല്ലേ, വീട്ടിലാരൊക്കെയുണ്ട്? 2 ചേട്ടന്മാരുണ്ട്, അച്ഛനുണ്ടോ? അച്ഛനുണ്ട്, വയസ്സായി. അപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ ഡിവൈഡ് ചെയ്തോ? ആ, ഡിവൈഡ് ചെയ്തു. അതൊക്കെ എങ്ങനെ തയ്യാറാക്കി, എന്ത് ചെയ്തു? അതറിയില്ല. അച്ഛൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതെവിടെ വെച്ചിരിക്കുന്നു? അല്ല, അറിയില്ല, അതിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതിപ്പോൾ പ്രശ്നമല്ലല്ലോ. അപ്പോൾ ദേവറസ്ജി പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ, നിങ്ങളുടെ ആധാരം അച്ഛൻ എങ്ങനെ വിഭജിച്ചു, എന്തെഴുതി വെച്ചു, നിങ്ങളാരും നോക്കുന്നില്ല, അതെവിടെ ഇരിക്കുന്നു എന്ന് പോലും നിങ്ങൾ നോക്കുന്നില്ല. ഇതുപോലെയാണ് സംഘത്തിൻ്റെ ഭരണഘടന. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, അതാരും തുറക്കാതെ നോക്കി. കാരണം ചേട്ടാനിയന്മാരാണ്. ഇനി ഏതെങ്കിലും കാലത്ത് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഈ ആധാരം എടുത്ത് നോക്കും, സംഘം ഈ ഭരണഘടന എടുത്ത് നോക്കും. ദൈവാധീനം കൊണ്ട് 100 വർഷമായി, ഇന്ന് വരെ യാതൊരു വെക്കച്ചക്കലും ഉണ്ടായിട്ടില്ല, ഭരണഘടന കയ്യിലെടുക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല. വെറുതെ RSSനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം വോട്ടിൻ്റെ ആവശ്യത്തിന് ചെയ്യുന്ന തിരക്കേടില്ല, അതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടെ. ഞാൻ ഈ മൊത്തം ബഹളത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗോൾവർക്കറെ പറ്റി ആർക്കും പരാതിയില്ല. പരാതിയെല്ലാം സാവർക്കറെ പറ്റിയാണ്. സാവർക്കർ ആണെങ്കിൽ പാവം RSSകാരനായിരുന്നുമില്ല. RSSൻ്റെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് സാവർക്കറെ അങ്ങ് ആക്രമിക്കും. പാവം RSSകാരും അവരെ ആക്രമിക്കുകയാണെന്നുള്ള ധാരണയിൽ അവരും ബഹളം വയ്ക്കും. ബഹളം വയ്ക്കുന്നതിൽ തെറ്റില്ല, സാവർക്കർ ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യം അപ്പോഴും മനസ്സിലാക്കണം, സാവർക്കർ ആയിരുന്നില്ല, ഗോൾവൽക്കറായിരുന്നു സർസംഘചാലകൻ. സാവർക്കറെ വെറുതെ വിടണം, ആ പാവത്തിന് RSSുമായിട്ട് ബന്ധമില്ല, ഹിന്ദു മഹാസഭയൊക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ 2 പേരും തമ്മിൽ അങ്ങനെ വലിയ ഇൻറ്ററാക്ഷനും ഉണ്ടായിരുന്നില്ല, വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് ഒരു 2 ഹിന്ദു സംഘടനകളാണ് RSSും ഹിന്ദു മഹാസഭയും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അവിടെ പ്രസംഗിക്കണം, ഇവിടെ പ്രസംഗിക്കണം, ലയന സമ്മേളനം നടത്തണം, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വിരോധവും ഇല്ല, അത്ര കണ്ട് അടുപ്പവുമില്ല. അപ്പോൾ ഇതാണ് സാവർക്കർ RSS ഒരു ദ്വന്ദ്വത്തിൻ്റെ വിശദീകരണം. അതുകൊണ്ട് സാവർക്കറെ ആക്രമിക്കുന്നവർ ആക്രമിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ RSSനെ ആക്രമിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമൊന്നും അതിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കരുത്, അത് ശരിയല്ല. ഗോൾവൽക്കറെ ആക്രമിക്കുക, അതിനും ഞങ്ങളെപ്പോലുള്ളവർ അതിനുമൊക്കെ സമാധാനം പറയാൻ ബാധ്യസ്ഥരാണല്ലോ. ബട്ട് സർപ്രൈസിംഗ്ലി നോബഡി ടച്ചസ് ഗോൾവൽക്കർ. ആ മൊത്തം 12 വോളിയമുള്ള ഗുരുജി സാഹിത്യ സർവസ്വം
ഇന്ന് വരെ കേരളത്തിലെ ഒരു സീരിയസ് ഡിബേറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഒരെണ്ണം ചർച്ച ചെയ്യും, അത് ഗുരുജി സാഹിത്യ സർവസ്വത്തിൽ ഇല്ലതാനും. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. അപ്പോൾ ഈ മൊത്തം വാങ്മയത്തിൽ ഇല്ലാത്ത ഒരു പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യും, ഉള്ള കാര്യം ചർച്ച ചെയ്യില്ല. ഗോൾവൽക്കറെ പറ്റി ചർച്ചയില്ല, സാവർക്കറെ പറ്റി ബഹളം. ഇങ്ങനത്തെ വിചിത്രമായൊരു അന്തരീക്ഷമാണ് ബൗദ്ധിക കേരളത്തിൽ നിലനിൽക്കുന്നത്. വോട്ടിന് വേണ്ടിയിട്ടല്ലാതെ ആരാ ഇത്തരം അസംബന്ധങ്ങളൊക്കെ പറയുക? സാധാരണ മനുഷ്യന് വോട്ടിന് വേണ്ടിയിട്ട് എന്ത് അസംബന്ധവും എന്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും രാഷ്ട്രീയക്കാർ പറയും. അത് പറയുമ്പോൾ ഇപ്പോൾ ഞാനും നന്ദേട്ടനും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞൊന്ന് ചിരിക്കും. ഈ പൊട്ടത്തരമൊക്കെ പറയുന്നില്ല, പോട്ടെ, വോട്ടിന് വേണ്ടിയിട്ടാണ്, അത് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്ര വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ബൗദ്ധിക രംഗം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. സംസ്ഥാനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഡിബേറ്റുകൾ യൂട്യൂബിലും മറ്റും ഞാൻ കാണാറുണ്ട്. ഇത്ര ബുദ്ധിശൂന്യരായ ഒരു ബുദ്ധിജീവി വർഗം വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അതെനിക്ക് വലിയ അത്ഭുതമായിരിക്കും. ഇതിലും ബുദ്ധി കുറഞ്ഞ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഏതായാലും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. സംഘത്തിന് നേരെ കേരളത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഗാന്ധിവധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ബോധപൂർവമായി എടുത്ത് ഉപയോഗിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ശ്രീ ടി ജി മോഹൻദാസ് നൽകിയത്.